നമ്മുടെ ജീവിതത്തിലായാലും ഏത് കാര്യത്തിലായാലും ചില സമയത്ത് നമ്മൾ തോറ്റുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. എന്താണെന്ന് അറിയാമോ? നമ്മൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ, ചില കാര്യങ്ങൾ ആശ്രയിക്കേണ്ടി വരുമ്പോൾ നാം തോറ്റുപോകാറുണ്ട്. സ്വന്തമായി, അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ആ ഒരു കാര്യം ഒഴിവാക്കാം. പരസ്പരം സഹായിച്ചും പരസ്പരം സഹോദര്യത്തോടു കൂടിയുമാണ് നാം പോകേണ്ടത്. എല്ലാ കാര്യവും നമ്മൾക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നാം പരമാവധി ഒരു സ്വാശ്രയത്വം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു അർത്ഥം. അതായത് നമ്മുടെ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് തീരുവ അടക്കമുള്ള പല ഭീഷണികളും നേരിടുന്നതിന് ഒരു പരിധി വരെ നാം അതിൽ വിജയിച്ചു പോകണമെങ്കിൽ നാം ചെയ്യേണ്ടത് സ്വാശ്രയത്വം, അതായത് നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ 95% ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ട സേവനങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ സാധിക്കും. 100-ൽ 110% ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം അമേരിക്ക കുറച്ചു നാളുകൾക്ക് മുമ്പ് അമേരിക്ക ഇന്ത്യക്ക് വേണ്ടി 25% തീരുവ, അത് പിന്നെ 50% അത് കൂടാതെ പെനാൽറ്റി ഉണ്ടാക്കി. അങ്ങനെ ഒരുപാട് നമ്മുടെ കുറെ വ്യവസായികൾക്ക് കുറെ പ്രശ്നമുണ്ടായി. അത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങാതെ വന്നത് കൊണ്ടാണ് ഒരു പ്രശ്നം പറ്റിയത്. അതേപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ, പല കാര്യങ്ങൾക്ക് നമുക്ക് പല രാജ്യങ്ങളിൽ നമ്മുടെ ഡിഫൻസിന്റെ തന്നെ കുറച്ച് കാര്യങ്ങൾക്ക് നാം പല ലോകരാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 70% സംഭവങ്ങളും നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന്. അതായത് ഇന്ത്യ ഒരുപാട് മാറിപ്പോയി, ഒരുപാട് മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായി. അതായത് സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം വിദൂരമല്ല എന്നൊരു സ്റ്റേജിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എന്നിട്ട് പറഞ്ഞു കൊള്ളട്ടെ, പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ ഇന്ത്യക്കാർക്ക് H1B വിസയ്ക്ക് ഏകദേശം $1 ലക്ഷം ആക്കി ഉയർത്തിയിരുന്നു ട്രംപ് സർക്കാർ. ഇത് നമ്മുടെ രാജ്യത്തെ ടെക്കുകളടക്കമുള്ള പലർക്കും ഒരു ശരിക്കും പണി ആവുന്ന ഒരു പ്രശ്നമാണിത്. ഒരു ഏകദേശം 88 ലക്ഷം ഇന്ത്യൻ രൂപയോളം ഇതിന് ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വലിയൊരു ഇതാണ്. അത് നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ല, ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ പല ചടങ്ങുകളിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു സ്വാശ്രയത്വം, അതായത് സ്വന്തം കാലിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഇന്ത്യയിൽ എത്തുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരിക്കലും ഒരു ശത്രുവിനെ നേരിടേണ്ടി വരില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു നാം മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് സത്യമാണെന്ന് തന്നെ തോന്നി. ഇന്ത്യ സ്വാതന്ത്ര്യദിന കാലം മുതൽ അതിനുശേഷമുള്ള കാലം ഒരുപാട് വികസിച്ചു. ഒരുപാട് സംഭവം നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അല്ലെങ്കിൽ ആത്മനിർഭർ പദ്ധതിയുടെ കീഴിൽ പല കാര്യങ്ങൾ, ഡിഫൻസ് മേഖലയിൽ അടക്കം പല കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിർമ്മിച്ചു പോകുന്നു. പക്ഷെ നമ്മളൊരു സമ്പൂർണ്ണ സ്വാശ്രയത്വത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോ ഞാനിതിപ്പോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു കാര്യം ഒന്നുമല്ല പറഞ്ഞു വരുന്നത്. പൊതുവെ നമുക്ക് സ്വാശ്രയത്വം വേണ്ടതിനെ പറ്റി പറയുകയാണ്. നരേന്ദ്രമോദി വാക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു പ്രാധാന്യമുള്ള വാക്കുകളാണ്. ഇന്ത്യക്ക് പ്രഖ്യാപിത ഒരു ശത്രുവില്ല. പാകിസ്ഥാൻ ഒന്നും ഇന്ത്യയുടെ മുൻപിൽ ഒന്നുമല്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു ശത്രു എന്ന് പറയുന്നത് നാം മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ അതിനുശേഷം പല വിമർശനങ്ങളും അദ്ദേഹത്തിന് ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളും വരുന്നു. ഏകദേശം 11-12 വർഷക്കാലമായി ഭരിക്കുന്നത് ഇന്ത്യയെ പൂർണ്ണ സ്വാശ്രയത്വത്തിലേക്ക് എത്തിക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ലേ എന്നുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, പലരും ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷെ ആ ഒരു രാഷ്ട്രീയത്തിലേക്കല്ല, നമ്മൾ ഒരിക്കലും ഇതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവം നാം ഇതിനകത്ത് കൊടുക്കാറില്ല, അത് ചർച്ച ചെയ്യാറുമില്ല. അങ്ങനെ വിമർശനം അത് അതിന്റെ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവില് രാഹുൽ ഗാന്ധി നല്ലത് പറയും. ഇന്ദിരാഗാന്ധി 71 യുദ്ധ കാലഘട്ടത്തൊക്കെ നാം നല്ല പ്രശംസിച്ച് ചെയ്ത ഒരു ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങൾ നല്ലതാണെന്നും പറയുന്നതാണ്. അതേപോലെ തന്നെ കേരളം വളരെ ഉയർച്ചയുടെ പാതയിലാണെങ്കിൽ അതും നല്ലതാണെന്ന് പറയുന്നത്. നാം സത്യസന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് സത്യസന്ധമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാറാണ്. ഞാൻ പറഞ്ഞു പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് വന്ന് കമന്റ് ചെയ്യാറ് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാക്കി. എന്റെ വീഡിയോകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഓരോ സത്യസന്ധമായ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അത് ചിലത് നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതെ, പക്ഷെ കൂടുതൽ നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സ് ആണ് ഇതിനായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ നാം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നാം പരമാവധി മറ്റുള്ളവരുടെ പ്രോഡക്റ്റുകൾ, മറ്റുള്ള രാജ്യങ്ങളുടെ പ്രോഡക്റ്റുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അദ്ദേഹം മാത്രമല്ല, നേരത്തെ തുടങ്ങി പലരും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുവാൻ, ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ, ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുവാനുള്ള സഹായങ്ങൾ എല്ലാ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായി ഉണ്ടായാൽ മാത്രമേ ഇവിടുത്തെ ഇൻഡസ്ട്രി വിജയിക്കുകയുള്ളൂ. നല്ല പ്രോഡക്റ്റ്,
ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശീയരുടെ പ്രോഡക്റ്റ് ഇവിടെ ഇറക്കിയ ടാക്സ് ഒക്കെ വെച്ചിട്ട് ഐഫോൺ ഒക്കെ വാങ്ങും. ഏറ്റവും സിമ്പിൾ ആയ ഏറ്റവും ചെറിയ കാര്യം, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ടാക്സ് വരുന്നത്. കാറൊക്കെ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ ഒരിക്കലും നമുക്ക് നടക്കില്ല. ടെസ്ല കാറിന് 30 ലക്ഷം രൂപ അവർ കിട്ടിയാൽ നമുക്ക് ഇവിടെ നിന്ന് 1.5 കോടി രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ ഐഫോൺ തന്നെ 75,000 80,000 രൂപ കിട്ടുന്ന അതേ സെയിം ക്വാളിറ്റി ആ സെയിം ബ്രാൻഡ് ഐഫോൺ ചിലപ്പോൾ ഇവിടെ കിട്ടുന്നത് 1.5 ലക്ഷം 1.25 ലക്ഷം രൂപയ്ക്കാണ്, 2 ലക്ഷം രൂപയ്ക്കാണ് എന്നതൊക്കെ സത്യമാണ്. അതിന് വിശദാംശങ്ങളിലേക്കൊന്നും വന്നില്ല. ഞാനൊരു ഒഴുക്കിൽ അങ്ങനെ പറഞ്ഞു വന്നുള്ളൂ, കൃത്യമായ വിലകളൊന്നും അല്ല പറഞ്ഞത്. അപ്പോ നമ്മുടെ ഈ സ്വാശ്രയത്വം എന്ന് പറയുന്ന സംഭവം വരികയാണെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ ഗവൺമെന്റ് ആ ഒരു രീതിയിൽ വ്യവസായം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുന്ന ഒരു ഗവൺമെന്റും അതേപോലെ തന്നെ വ്യവസായം ചെയ്യാനുള്ള ഒരു ഇതും നമ്മുടെ സാധനം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു മനസ്സും നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് എനിക്ക് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അധികം നമ്മുടെ സ്വപ്നമൊന്നും വിദൂരമല്ല കേട്ടോ. ഈ ഒരു സ്വപ്നം നമ്മൾ അടുത്ത് തന്നെ, സ്വപ്നമല്ല ഇത്, ഈ ഒരു അച്ചീവ്മെന്റ് നാം അടുത്ത് തന്നെ അധികം വൈകാതെ തന്നെ നമ്മുടെ അടുത്ത തലമുറ ഒന്നും എത്തുന്നതിന് മുമ്പ് തന്നെ നാം സാക്ഷാത്കരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ എല്ലാവരും ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്കൊരു അഭിപ്രായമായി തോന്നി. നിങ്ങൾക്ക് വ്യത്യസ്തങ്ങൾ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടപ്പോൾ തീർച്ചയായും നിങ്ങളോട് ഒന്ന് പറയണമെന്ന് തോന്നി. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.